ഹെഡ്ഗേവാർ വിവാദത്തിൽ ഏറ്റുമുട്ടി പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, ഈ വിഷയത്തിനകത്ത് പിന്നോട്ടില്ല ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ, കെട്ടിടത്തിന് നൽകിയതിൽ എന്ന് മുനിസിപ്പാലിറ്റി നിലപാടെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം, ഇത് കൂടുതൽ പ്രതിഷേധത്തിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണോ, അതോ ഈ കഴിഞ്ഞ സമയങ്ങൾ ഉണ്ടായതുപോലെയുള്ള ഒരു താൽക്കാലിക ബഹളമൊക്കെ ആയിട്ട് തീരാനുള്ള ഒരു സാധ്യതയാണോ? അപർണ, BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള ബഡ്സ് സ്കൂളിൽ ഹെഡ്ഗേവാറിന്റെ പേര് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കം അങ്ങനെ ശക്തമായി തന്നെ മുറുകുകയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭ യോഗം ചേരുന്ന ഘട്ടത്തിൽ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയത്. ഇന്ന് രാവിലെ ഈ നഗരസഭ യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ, അതായത് UDF-ന്റെയും LDF-ന്റെയും കൗൺസിലർമാർ അവിടെ പ്രതിഷേധവുമായി എത്തി. ഹൂ ഈസ് ഹെഡ്ഗേവാർ എന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഹെഡ്ഗേവാറിന്റെ പേര് ഇത്തരത്തിൽ ഒരു ബഡ്സ് സ്കൂളിന് അല്ലെങ്കിൽ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാടാണ് അവർ ഉയർത്തുന്നത്. മാത്രവുമല്ല, ഇത് നഗരസഭയുടെ യോഗത്തിൽ ചർച്ച ചെയ്യാതെയാണ് ഇത്തരം ഒരു പേരിടുന്നത്. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക സഹായം പുറത്തുനിന്നുണ്ടെങ്കിലും നഗരസഭയുടെ സ്ഥലമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാടാണ് പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിച്ചത്. അതേസമയം BJP അംഗങ്ങളാകട്ടെ ഒരു കാരണവശാലും ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. EMS ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വാതന്ത്ര്യ സമര സേനാനിയായി അംഗീകരിച്ച ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഇടും എന്ന അവർ ശക്തമായ നിലപാടെടുക്കുന്നു. ഏതായാലും ഈ യോഗം തുടങ്ങുമ്പോഴേക്കും തന്നെ ചെയർപേഴ്സന്റെ ഡയസിലേക്ക് വരെ പ്രതിഷേധവുമായി കോൺഗ്രസിന്റെയും LDF-ന്റെയും കൗൺസിലർമാർ കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതോടൊപ്പം തന്നെ വിസിറ്റേഴ്സ് ഗാലറിയിൽ എത്തിയ ആളുകൾ BJP അനുകൂലിക്കുന്നവരാണ്, അതുപോലെ BJP ഗുണ്ടകളാണ് എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചു. വിസിറ്റേഴ്സ് ഗാലറിയിൽ കരുതിക്കൂട്ടി ആളെ കൊണ്ടിരുത്തി ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഒരു ശ്രമം നടത്തി. കൗൺസിലിനകത്തുള്ള പ്രശ്നങ്ങൾ കൗൺസിലർമാർ തമ്മിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തിൽ വിസിറ്റേഴ്സ് ഗാലറിയിൽ എത്തുന്ന ആളുകൾക്ക് ഇടപെടാൻ ഒരു അധികാരവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഒരു വശത്ത്. അതേസമയം ഇത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ പേര് ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഇടുക എന്നത്. അതിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകില്ലെന്ന ഉറച്ച നിലപാട് ഇപ്പോൾ BJP കൗൺസിലർമാരും സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയം വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു പ്രതിഷേധമായി ഉയർത്താനാണ് കോൺഗ്രസും അതുപോലെ CPIM-ഉം തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങും. കൗൺസിലിലും ഈ പ്രതിഷേധം ശക്തമായി ഉയർത്തുക എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ കൗൺസിൽ യോഗങ്ങൾ ഇതുപോലെ സംഘർഷഭരിതമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പുറത്തും പ്രതിഷേധങ്ങൾ ഉണ്ടാകും. നേരത്തെ നമുക്കറിയാം, ഈ ഇരുവിഭാഗങ്ങളും തമ്മിൽ അവരുടെ പാർട്ടി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്ന BJP-യുടെ പാർട്ടി ഓഫീസിലേക്ക് കോൺഗ്രസ് DCC-യിലേക്ക് BJP-യും ഒക്കെ മാർച്ച് നടത്തുകയും തുടർന്ന് രാഹുൽ മാക്കൂട്ടത്തിൽ MLA ഉൾപ്പെടെ ഉള്ളവർ പിന്നീട് സൗത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി കുത്തിയിരിപ്പ് നടത്തുകയും ഒക്കെ ചെയ്ത വലിയ സംഭവബഹുലമായ
ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ആ പ്രശ്നങ്ങൾ അന്ന് തീർന്നു എന്ന് കരുതുമ്പോൾ അത് വീണ്ടും ശക്തമായി തന്നെ ഉയർത്തുകയാണ്. എന്ത് വില കൊടുത്തും ഇത് തടയുമെന്ന് കോൺഗ്രസും ഏത് സാഹചര്യത്തിലും ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് കേശവ് ബലറാം ഹെഡ്ഗെ അവാർഡിന്റെ പേര് തന്നെ നൽകുമെന്ന് BJP നിലപാടും ശക്തമാവുകയാണ്. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.